കർത്താവിൻ്റെ ഭയങ്കര നിറവുകൾ സംഭവിക്കുന്ന ഒരു പകലാകാൻ പോവുകയാണ്. ഒരു വിശപ്പുള്ളവൻ്റെ കയ്യിൽ ആഹാരം കിട്ടുമ്പോൾ, ഓ ഡാഡി, ഞാൻ അങ്ങനെ ഒരു കാഴ്ച കാണുന്നുള്ളൂ. ഒരു വിശപ്പുള്ളവൻ്റെ കയ്യിൽ ആഹാരം കിട്ടുമ്പോൾ അവനത് ആഗ്രഹത്തോടെ ഭക്ഷിക്കുന്ന പോലെ അങ്ങയുടെ ജനം ഇന്നിവിടെ പോകുന്ന അങ്ങ് അയക്കുന്ന വചനത്തെ ആഗ്രഹത്തോടെ ഭക്ഷിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥനയോടൊന്നാകണമേ. തുടക്കത്തിൽ തന്നെ എല്ലാവരും ഒന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ, ആത്മാവിൽ മർമ്മങ്ങളെ പറയാൻ കഴിയുന്നവർ, യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിക്കാൻ കഴിയുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് ആരാധിച്ച് തുടങ്ങുക. നിങ്ങളുടെ മേൽ വചനമെന്ന വാൾ അസാധാരണ ക്രിയ ചെയ്യുന്ന പോലെ ഇന്നിവിടെ കേറിയ ഓരോ ദൈവജനത്തിന്റെ മേലും ഭയങ്കര മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളുടെ പകലാക്കി പരിശുദ്ധാത്മാവ് ചിലരെ കുടുംബമായി മാറ്റുന്നു. ഒരു ട്രാക്കിൽ നിന്നും അടുത്ത ട്രാക്കിലോട്ട് ചില വാഹനങ്ങൾ കയറി അടുത്ത ഗിയർ ഷിഫ്റ്റ് ആവുന്നത് പോലെ അടുത്ത സ്പിരിച്വൽ തലത്തിൽ ചിലതിനെ ആത്മാവ് തള്ളിക്കയറ്റുന്നു. Hallelujah. Thank you, Jesus. Thank you, Holy Spirit. Thank you, Jesus. ഞാൻ ഇന്നലെ രാത്രിയൊക്കെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഒത്തിരി ദൈവശബ്ദങ്ങള് ഒക്കെ ഉണ്ടെങ്കിലും കർത്താവ് സെലക്റ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പറഞ്ഞു, ഇതിനപ്പുറം നീ പോകല്ലേ, സ്ലോയിൽ പോയേച്ചാ മതി, ഒത്തിരി ഹൈ ഡെപ്ത് ആയിട്ടൊന്നും പറയണ്ട, സ്ലോയിൽ പോയേച്ചാ മതി, ഇതിനെ പിടിച്ചാ മതി എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഇന്ന് എനിക്ക് എന്ത് പറയണമെന്നറിയാതെ ഞാൻ ഈ മീറ്റിങ്ങിന് മുമ്പും 1 മണിക്കൂറോളം ഞാൻ ഇവിടെ ഇരിക്കുവാണ്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ആത്മഭാരമാണ്. എനിക്കിവിടെ ഭയങ്കര വെയിറ്റ് അനുഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആരുടെയൊക്കെ മേൽ ഭയങ്കര ആത്മഭാരത്തെ, ഒരു മത്സ്യം വെള്ളത്തിൽ നിന്നും പുറത്ത് കിടന്നാൽ അതിനെ വീണ്ടും എടുത്ത് വെള്ളത്തിലോട്ടിടുമ്പോൾ ലഭിക്കുന്ന ഒരു ഭയങ്കര സ്വാതന്ത്ര്യം പോലെ ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഈ കൂടിയിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി ചലിച്ചു തുടങ്ങുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്നെ തുടക്കത്തിൽ പരിശുദ്ധാത്മാവിനെ ചില കാഴ്ചകളിലോട്ട് കൊണ്ടുപോയി. വേൾഡ് വണ്ടേഴ്സ്, ലോകത്തിലെ അത്ഭുതങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളോടൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ചൈനയിലെ വലിയ മതിലുകൾ നമ്മുടെ മുന്നിൽ വരും, ഈജിപ്തിലെ പിരമിഡുകൾ നമ്മുടെ മുന്നിൽ വരും. വേൾഡ് വണ്ടേഴ്സിനെ പറ്റി ചോദിച്ചാൽ ബ്രസീലിലെ ജീസസിന്റെ വലിയ പ്രതിമ നമ്മുടെ മുന്നിൽ വരും. ഇങ്ങനെ ഒത്തിരി കാഴ്ചകൾ, താജ്മഹൽ, അങ്ങനെ പലതും വരും. പരിശുദ്ധാത്മാവിനെ പെട്ടെന്ന് മാൾട്ട ദ്വീപിലോട്ടാണ് കൊണ്ടുപോയത്. അവിടെ പൗലോസ് തീ കത്തിക്കുകയാണ്. അവൻ അതിന്മേൽ തീ കൂടുതലായി ആളിക്കത്തിക്കാൻ വേണ്ടി ചിലര് വിറകിടാൻ പോവുകയാണ്. നിന്റെ മേൽ കിടക്കുന്ന തീയെ നീ ആളിക്കത്തിക്കാൻ പോവുകയാണ്, വിറകുകൾ ഇടാൻ പോവുകയാണ്. ഈ വിറക് കൊണ്ട് നിനക്ക് പറ്റത്തില്ല. കൂടുതൽ വിറകുകൾ ചിലർ പറക്കിയിട്ട് അകത്ത് കിടക്കുന്നതിനെ ജ്വലിപ്പിക്കുന്നത് പോലെ. എനിക്കറിയത്തില്ല, ഈ ഓഗസ്റ്റ് മാസം പരിശുദ്ധാത്മാവ് എന്നോട് വീണ്ടും അങ്ങനെ ഇടപെടുകയാണ്. ഈ ഓഗസ്റ്റ് മാസം നിന്റെ അകത്തെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച്
കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് നിന്റെ വിളി ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ട്രാക്കിൽ നിന്നും അടുത്ത ട്രാക്കിലോട്ട് കയറുന്നത് പോലെ ഒരു അഗ്നിയുടെ ശുശ്രൂഷയായി ചിലരെ പരിശുദ്ധാത്മാവ് പുറത്തിറക്കാൻ പോവുകയാണ്. പ്രാപിച്ചോണേ. ദീപാൽ മനാർത്ഥൽ പ്രഭാന. പൗലോസ് അപ്പോസ്തലൻ വിറകുകൾ പറക്കിയിടുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അണലി കയറിപ്പറ്റി. അദ്ദേഹം അതിനെ കുടഞ്ഞ് തീയിലിട്ടു. അണലി ചത്തുപോയി. അണലി ചത്തതല്ല പ്രശ്നം. അദ്ദേഹം ഒന്ന് താഴെ പോലും പോവാതെ അവിടെ സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അതൊരു പ്രശ്നമായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നില്ല. പക്ഷെങ്കിൽ പൗലോസ്, നീ ഇപ്പോഴും ജീവനോടെ നിൽക്കുകയാണ്. അതൊരു അത്ഭുതമാണ്. പൗലോസ് ഇപ്പോഴും ജീവനോടെ നിൽക്കുകയാണ്. പൗലോസ്, അതൊരു അത്ഭുതമാണ്. ഒരു പക്ഷേങ്കിൽ ദൈവത്തിന്റെ കണ്ണിലൂടെ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും 1000 കുറ്റങ്ങളാണ്. ദൈവത്തിന്റെ കണ്ണിലൂടെ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ 1000 പാപങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോഴും നീ ജീവനോടെ നിൽക്കുന്ന ഒരു അത്ഭുതമാണ്. ഇപ്പോഴും നീ ജീവനോടെ നിൽക്കുന്ന ഒരു അത്ഭുതമാണ്. ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. പൗലോസ്, നീ ഇപ്പോൾ നിൽക്കുന്നതും ഒരു അത്ഭുതമാണ്. ഇന്ന് ഇവിടെ എന്നെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നീ വേണ്ടെന്ന പോലെ നിന്നിട്ടില്ല, നീ വേണ്ടെന്ന പോലെ പ്രാർത്ഥിച്ചിട്ടില്ല, നീ വേണ്ടെന്ന പോലെ കർത്താവിന്റെ കൂടെ നിന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും നിന്നെ കർത്താവ് നിർത്തിയിരിക്കുന്നത് ഒരു അത്ഭുതമായിട്ടാണ്. ഇത് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി, കർത്താവേ, നീ എന്നെ നിർത്തിയിരിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ്. ഇതെന്റെ കഴിവല്ല, ഇതെന്റെ ആരോഗ്യമല്ല, ഞാൻ നീതിമാനായിട്ടല്ല, യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി നിർത്തിയിരിക്കുന്നവരെന്ന് പറയുന്നവർ, അങ്ങനെ വിശ്വസിക്കുന്നവർ ഹൃദയത്തെ തുറന്ന് ഏറ്റു പറഞ്ഞ് നിന്റെ മേൽ കർത്താവിന്റെ ഭയങ്കര ഇടപാടുകൾ സംഭവിക്കുകയാണ്. മാറി ഹേനാർത്ഥൽ പ്രഭാന സെബേകേടെബെനെ ഹോഷാർത്ഥൽ പ്രഭാ. കറണ്ട് സിറ്റുവേഷനിൽ നോക്കിയാൽ പൗലോസിനെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പക്ഷെങ്കിൽ ഇപ്പോൾ അത്ഭുതമാക്കി നിർത്തിയിട്ടുള്ളത് നാളെ നീ ഒരു അത്ഭുതത്തെ ഉണ്ടാക്കാനാണ്. പൗലോസ്, ഇപ്പോൾ നിന്നെ നിർത്തിയിട്ടുള്ളത് നിന്നെ ഒരു അത്ഭുതമായിട്ടാണ്. പക്ഷെ ഈ നിർത്തിയിരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നാളെ ഒരു അത്ഭുതത്തെ നീ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഒരു സാധ്യതയുമില്ല. മാൾട്ടാ ദ്വീപി 1% പോലും ഒരു ക്രിസ്ത്യാനിറ്റി അവിടെ ഇല്ല. പക്ഷെങ്കിൽ 2025 ഇപ്പോൾ നോക്കിയാ 98% ക്രിസ്ത്യൻസ് ആണ് മാൾട്ടാ ദ്വീപിലുള്ളത്. പൗലോസ്, നിന്നെ അത്ഭുതമായി നിർത്തിയിട്ടുള്ളത് ഒരു സാധ്യതയുമില്ലാത്ത വലിയ അത്ഭുതത്തെ സൃഷ്ടിക്കാനാണ്. വലിയ അത്ഭുതത്തെ സൃഷ്ടിക്കാൻ യേശുവിന്റെ നാമത്തിന് വേണ്ടി ഒരു ദ്വീപിനെ തന്നെ എടുത്തു മാറ്റുന്ന പോലത്തെ വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാനാണ് ഇന്ന് നിങ്ങളെ കർത്താവ് നിർത്തിയിട്ടുള്ളത്. വലിയ അത്ഭുതത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. എനിക്കറിയത്തില്ല, ആത്മാവിന്റെ ഭയങ്കര ചലനം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവരോടൊക്കെ ഇടപെടുകയാണ്. എന്നെ ദൈവം നിർത്തിയിട്ടുള്ളത് വലിയ അത്ഭുതത്തെ സൃഷ്ടിക്കാനാണ്. ദേശങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ, ഒരു സാധ്യതയുമില്ലാത്ത അനേകം കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കാൻ കർത്താവ് നിന്നെ ഒരു അത്ഭുതമാക്കിയാണ് നിർത്തിയിട്ടുള്ളത്. കർത്താവ് നിന്നെ ഒരു അത്ഭുതമാക്കിയാണ് നിർത്തിയിട്ടുള്ളത്. വൻ കാര്യങ്ങളെ അത്ഭുതമാക്കിയാണ് നിർത്തിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇന്ന് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, സാധ്യത നോക്കുവാണെങ്കിൽ, എൻ്റെ സംസാരം നോക്കുകയാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ നോക്കുകയാണെങ്കിൽ, കർത്താവിനെ നിർത്തേണ്ടിയല്ല.
പക്ഷെ ഇന്ന് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരു അത്ഭുതത്തെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്. കറണ്ട് സിറ്റുവേഷനെ ഞാൻ നോക്കുന്നില്ല, കറണ്ട് സിറ്റുവേഷനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. എന്നെ എന്താക്കാമെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ടോ അതിനെ നോക്കി നീ പോവുകയാണെങ്കിൽ ഞാൻ പറയാം, നിന്റെ കരങ്ങളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒരു നോർമലായി സംഭവിക്കുന്ന പോലെ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. നിന്റെ കരങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നോർമൽ എന്ന പോലെ. മേഘാല മാഷർത്തൽ പ്രഭാഖ ഥേലിയാലബ സിഹിയാലബു ഷെഹദെ ബെബെബെബെ. പരിശുദ്ധാത്മാവ് എന്നോടാണ് ഇത് സംസാരിക്കുന്നെന്ന് അനേകം പേരുടെ ഹൃദയത്തിൽ ഭയങ്കര ബോധ്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം, ബോധ്യമുള്ളവർ സ്റ്റെപ്പ് ചെയ്യണം. ഇത് 2 മണിക്ക് അവസാനിപ്പിക്കുന്ന പരിപാടി അല്ല. 2 മണിക്ക് ക്ലോസ് ചെയ്യുന്ന പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പണ്ട് അങ്ങനത്തെ പരിപാടി നിന്നിട്ടുള്ള വ്യക്തിയായിരുന്നു. ഞാൻ അങ്ങനെ പാരമ്പര്യമായിട്ട് ചില ക്രിസ്ത്യൻസിന്റെ മേഖലകളിൽ കൂടെ നിന്നിട്ടുള്ളതായിരുന്നു. അച്ഛൻ മണിയടിക്കുമ്പോൾ പരിപാടി നിർത്തുമായിരുന്നു. ഇനി തുടങ്ങണമെങ്കിൽ അടുത്ത ഞായറാഴ്ച ചെല്ലണം. പക്ഷെ ഇത് 2 മണിക്ക് അവസാനിപ്പിക്കുന്നതല്ല, ഇത് 2 മണിക്ക് തുടങ്ങുന്നതാന്ന പോലെ. നിന്റെ ജോലി മേഖലകളിൽ, നീ കാണുന്നവരുമായിട്ടുള്ള ഇടപാടുകളിൽ നീ ഇത് തുടങ്ങിയതിന്റെ റിസൾട്ടുകൾ അറിയുന്ന പോലെ, നീ പോകുന്ന മേഖലകളിൽ നീ ഏതിന്റെ ആളാന്ന് അറിയുന്ന പോലെ, നീ ഹെവനിൽ നിന്നുള്ളതാണെന്ന്, നിന്റെ കൂടെ ഏഞ്ചൽസ് ഉണ്ടെന്ന്, നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അറിയുന്ന പോലത്തെ ചില ഇടപാടുകൾ Holy Spirit, Holy Spirit, Holy Spirit. Zihialaba rahala lahashamthal prabha. എഫേസർ ദൈവത്തിനെ ഒന്ന് സഹായിക്കണേ. എഫേസർ 5 ഒരു വചനം നിങ്ങൾ കേട്ടാച്ചാൽ മതി. എഫേസർ 5:15 16 എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണം. എഫേസർ 5:15 16. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായല്ല ജ്ഞാനികളായി അത്ര നടക്കുവാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ഇത് ദുഷ്കാലം ആകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ടൈം കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കാനാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനുകൾ ഞാൻ നോക്കി. അതിൽ കൂടുതൽ കൊടുത്ത മേക്ക് ദ മോസ്റ്റ് ഓഫ് എവരി ഓപ്പർച്യൂണിറ്റി ഇൻ ദിസ് ഈവിൾ ഡേയ്സ്. ഈ ടൈമിന് പകരം കൂടുതൽ ട്രാൻസ്ലേഷനിലും വന്നിട്ടുള്ളത് ഓപ്പർച്യൂണിറ്റി എന്നാണ്. മലയാളത്തിൽ നമ്മൾ അതിന് സമയമെന്ന് കൊടുക്കുന്നെങ്കിൽ ഇംഗ്ലീഷിൽ അത് വരുമ്പോൾ കൂടുതലും ഓപ്പർച്യൂണിറ്റി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എൻ്റെ അറിവ് കൊണ്ടൊന്നും അല്ല പറയുന്നത്. എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് ഒട്ടും പറയാനും പറ്റത്തില്ല. എനിക്ക് ഈ ഇരിക്കുന്ന റബേക്കയുടെ അത്രയും പോലും ഇംഗ്ലീഷൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഓപ്പർച്യൂണിറ്റി എന്തുവാന്നൊന്നും എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്ത് തരുന്നോ അതിൽ മൂവ് ആകുമ്പോഴാണ് കിട്ടുന്നത്. ഇത് ഞാൻ പറയാം. അതുകൊണ്ട് ഇത് ജീവനുള്ളതാണ്. ഇത് ഭയങ്കരമായി ചലിപ്പിക്കുന്നതാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് കർത്താവിൻ്റെ ശബ്ദമാണ്. ഇതിനെ പ്രാപിക്കുന്നതിൻ്റെ മേൽ ഭയങ്കര ചലനത്തെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓപ്പർച്യൂണിറ്റി മലയാളത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കുക. അവസരമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ ഇടപാട് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലുള്ളത് ഭൂമിയിൽ വെച്ചും ഭൂമിയിൽ തരാനുള്ളത് സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടുമല്ല കർത്താവ് തരുന്നത്. നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രേഷ്ഠകരമായി ഭൂമിയിൽ സെറ്റിൽ ചെയ്യും. നിങ്ങളെ ഭൂമിയിൽ പട്ടിണി കിടത്തി നിങ്ങൾ ഭൂമിയിൽ അവസാനിച്ച് സ്വർഗത്തിൽ ചെന്നിട്ടല്ല ഭൂമിയിൽ
തരേണ്ടത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സ്വർഗത്തിലുള്ളത് സ്വർഗത്തിൽ വെച്ചും സെറ്റിൽ ചെയ്യും. ഞാൻ അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ പ്രോസ്പെരിറ്റിയിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പ്രോസ്പെരിറ്റി ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടുന്നതെല്ലാം ഭൂമിയിൽ കർത്താവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രേഷ്ഠകരമായി എനിക്ക് ജീവിക്കാൻ, നിങ്ങൾക്ക് ജീവിക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ, അനേകർക്ക് കൊടുക്കാൻ, അനേകരെ ദൈവനാമത്തിൽ കൈത്താങ്ങാൻ കർത്താവ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്തത് നമ്മളുമായി കൂട്ടിമുട്ടണം. അവസരമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനെ എത്തിച്ചെല്ലാനുള്ള ഒരു റൂട്ടാണ് അവസരം, ഓപ്പർച്യൂണിറ്റി. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയതിനെ നമ്മൾ കൂട്ടിമുട്ടാനുള്ള ഒരു റൂട്ടാണ് അവസരം. ഞാൻ നിങ്ങളോട് പറയാം, അവസരത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടത്തിന്റെ സാക്ഷ്യം മാത്രമേ പറയാൻ കാണത്തുള്ളൂ. അവസരത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഡിലേയിലോട്ടായിരിക്കും പോകുന്നത്, താമസത്തിലോട്ടായിരിക്കും പോകുന്നത്. പക്ഷെങ്കിൽ അവസരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നീ ചിന്തിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും അപ്പുറമായി കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചതിനെ നീ മീറ്റ് ചെയ്യാൻ പോവുകയാണ്, നീ കൈക്കൊള്ളാൻ പോവുകയാണ്. അവസരത്തെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം സ്ലോയിലോട്ടായിരിക്കത്തില്ല പോന്നെ, കർത്താവിന്റെ പദ്ധതിയിലോട്ട് നീ വേഗത്തിൽ എത്തിച്ചേരും. അതാണ് അവസരത്തെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് ഇത് പറയുമ്പോൾ പറയുന്നു, ഈ സൺഡേയും ഈ ഞായറാഴ്ചയും എനിക്ക് ദൈവം തന്നു അടുത്തൊരു അവസരമാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഈ ഞായറാഴ്ചയും ഈ സൺഡേയും കർത്താവിനെ അത്ഭുതമായി നിർത്തിയത് ഇതെനിക്കൊരു അടുത്തൊരു അവസരമാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം യേശുവേ എന്നൊന്ന് പറഞ്ഞ് ഇതിനെ ഒന്ന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, നിന്റെ ഹൃദയത്തെ കർത്താവിനൊന്ന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഏതൊക്കെയോ മേഖലകളിൽ നിന്റെ എഫോർട്ട് കൊണ്ട് എത്താത്തെടുത്ത് നീ ചെന്ന് പെടാൻ പോവുകയാണ്. അവസരത്തെ ഉപയോഗിക്കുവാണെങ്കിൽ നിന്റെ കഴിവ് കൊണ്ട് നടക്കാത്ത ബിസിനസ്സുകൾ നിന്റെ ബാക്കിൽ വരുന്ന പോലെ, അവസരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നിന്റെ കഴിവ് കൊണ്ട് ലഭിക്കാത്ത പ്രൊമോഷനുകളെ നിന്നെ വിളിച്ചു തരുന്നത് പോലെ ഒരു കർത്താവിന്റെ ഭയങ്കര ഇടപാടുകൾ. അവസരത്തെ ഉപയോഗിക്കുക, അവസരത്തെ മിസ്സാക്കരുത്. വേഗത വർദ്ധിക്കുന്നത് പോലെ, ചിലരുടെ മേൽ വേഗത വർദ്ധിക്കുന്നത് പോലെ അങ്ങനത്തെ ഭയങ്കര അത്ഭുതങ്ങൾ, പുതിയ ഡോറുകൾ ഓപ്പൺ ആകാൻ പ്രാർത്ഥിക്കുന്നു. ഡാഡി, പുതിയ ഡോറുകൾ ഓപ്പൺ ആകട്ടെ, പുതിയ ബിസിനസിന്റെ ഡോറുകൾ ഓപ്പൺ ആകട്ടെ. ആത്മതലം നിന്റെ മേൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. അവസരത്തെ ഉപയോഗിക്കണം. പലരും അവസരത്തെ മിസ്സാക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിൽ എത്തിച്ചേരാൻ പറ്റാത്തത്. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിൽ എല്ലാം ഒരുക്കി വെച്ചിട്ട്, കർത്താവിന് ഈ സ്റ്റോക്ക് എടുപ്പിന്റെ പരിപാടിയില്ല. നമ്മളായിരിക്കുന്ന എല്ലായിടത്തും സ്റ്റോക്ക് എടുപ്പുണ്ട്. കർത്താവിന് സ്റ്റോക്ക് എടുപ്പിന്റെ പരിപാടിയില്ല. ഇത് ലിമിറ്റ് അല്ല, ഇത് തീരുന്ന സംഭവം അല്ല. ശ്രേഷ്ഠകരമായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഇതിനെ കണ്ടില്ലെങ്കിൽ, നമുക്കിതിനെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് കാര്യം? എന്താണ് അർത്ഥം? ഇപ്പോൾ ഞാനോ നിങ്ങളോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു FD ഇടുകയാണ്, ഒരു 5 കോടി ഇട്ടെന്നിരിക്കട്ടെ. കുഞ്ഞുങ്ങൾ അവർ വളർന്നു, അവരത് അറിയുന്നില്ല, അവർക്കത് എടുക്കാൻ കഴിഞ്ഞില്ല, അവരുടെ ടൈം കഴിഞ്ഞു, അതൊരു ഉപയോഗവുമായില്ലെങ്കിൽ എന്തർത്ഥമാണുള്ളത്? വളരെ ദുഃഖകരമായ കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഭൂമിയിലുള്ള നമ്മൾ ഒരുക്കുന്നത്
അവർക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്കൊരു ദുഃഖം വരുമെങ്കിൽ, സ്വർഗത്തിലെ അപ്പൻ ലിമിറ്റില്ലാതെ നിന്റെ മേൽ ഒരുക്കി വെച്ചിട്ടുള്ളത്, സ്വർഗത്തിലെ അപ്പൻ നീ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട്, സ്വർഗത്തിലെ അപ്പൻ ശ്രേഷ്ഠകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതിനെ നിനക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ ഇന്ന് തുറന്ന അവസരത്തെ ഇന്ന് വരെ പലതും മിസ്സായിട്ടുണ്ടാകാം, ഇന്ന് വരെ പലതും നിസ്സാരമായി കണ്ടിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ ഇന്ന് മുതൽ നീ അവസരത്തെ ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിന്റെ മേൽ ഒരു ഭയങ്കര സ്വർഗത്തിന്റെ തുറവി. ഇപ്പോൾ തന്നെ നീ പാണ്ഡികശാലകൾ കണ്ട് നീ പ്രാർത്ഥിച്ചോ. നിനക്ക് വേണ്ടി പുതിയ റൂട്ടുകൾ തുറക്കാൻ പോവുകയാണ്, നിനക്ക് വേണ്ടി പുതിയ റൂട്ടുകൾ തുറക്കാൻ പോവുകയാണ്. പുതിയ എഡ്യൂക്കേഷന്റെ വാതിലുകൾ, പുതിയ ജീവിതത്തിന്റെ വാതിലുകൾ, പുതിയ ബിസിനസിന്റെ വാതിലുകൾ അവസരം ഉപയോഗിക്കുന്നവരുടെ മുന്നിൽ തുറന്നു വരികയാണ്. പ്രാർത്ഥിച്ചോണേ. എല്ലാ ഡ്രൈനസുകളും പൊളിയട്ടെ, എല്ലാ പിശാചിന്റെ പദ്ധതികളും പൊളിയട്ടെ. ഇല്ല, ഞാൻ ഒതുങ്ങി പോകത്തില്ല. ഇല്ല, ഞാൻ കേട്ടിട്ട് മിണ്ടാതെ തിരിച്ചു പോകത്തില്ല. കർത്താവ് എന്നെ ഇവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കരങ്ങളെ തട്ടി. കർത്താവ് എന്നെ ഇവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തെ ഒന്ന് ഉറക്ക വിളിച്ച്, കർത്താവ് എന്നെ ഇവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ഞാനൊന്ന് നിന്ന് ഞാനും എന്റെ കുടുംബവും എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറയുന്നവർ മാത്രം. കർത്താവ് പ്രൊമോട്ട് ചെയ്യുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്നവരെയാണ്, അവസരത്തെ ഉപയോഗിക്കുന്നവരെയാണ് കർത്താവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതാണ് ആ വചനത്തിൽ തന്നെ പറയുന്നത്. യജമാനൻ വന്നിട്ട് 3 ദാസന്മാരെ വിളിച്ചിട്ട്, ഒരുത്തൻ 5 കൊടുത്തു താലന്ത്, അടുത്തവന് 2 കൊടുത്തു, അടുത്തവൻ 1 കൊടുത്തു. 5 ഉള്ളവൻ 10 ആക്കി, 2 ഉള്ളവൻ 4 ആക്കി, 1 ഉള്ളവൻ കുഴിച്ചിട്ടു. 1 ഉള്ളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് വെച്ച് അവസരത്തെ മിസ്സാക്കുന്നവനാണ്, അവസരത്തെ ഉപയോഗിക്കാത്തവനാണ്. പക്ഷെങ്കിൽ 5, 10 ആക്കിയവൻ അവൻ അവസരത്തെ ഉപയോഗിച്ചവനാണ്. എന്താണ് അവസരത്തെ ഉപയോഗിച്ചവന്റെ പ്രത്യേകത? എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇല്ലാത്തവന്റെ കുഴിച്ചിട്ടവന്റെയും കൂടെ എടുത്ത് ഉപയോഗിച്ചവന് കൊടുത്തു, ഇല്ലാത്തവന്റെയും കൂടെ എടുത്ത് ഉള്ളവന് കൊടുത്തു. നീ ഉപയോഗിക്കാൻ തയ്യാറാണോ? നിന്റെ സമയത്തെ ദൈവസന്നിധിയിൽ ഉപയോഗിക്കാൻ തയ്യാറാണോ? നീ എഴുന്നേൽക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ നിന്റെ സമയത്തെ ചെലവഴിക്കാൻ തയ്യാറാണോ? നീ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ അവസരത്തെ നീ ഉപയോഗിക്കാൻ തയ്യാറാണോ? നിന്റെ ലഞ്ച് ടൈമിൽ നീ നിന്റെ ദൈവത്തിന് വേണ്ടി അവസരത്തെ ഉപയോഗിക്കാൻ തയ്യാറാണോ? നീ വീട്ടിൽ വന്നിട്ട് നിന്റെ ദൈവത്തിന് വേണ്ടി അവസരത്തെ ഉപയോഗിക്കാൻ തയ്യാറാണോ? ഞാൻ പറയാം, ഇല്ലാത്തവന്റെ കൂടെ നിനക്ക് എടുത്തു തരുന്നത് പോലെ അമർത്തി കുലുക്കി. ഞാൻ എന്റെ ദൈവത്തെ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. അമർത്തി കുലുക്കി ശ്രേഷ്ഠകരമായി ചില കുടുംബങ്ങളുടെ മേൽ, ശ്രേഷ്ഠകരമായി അനേകർക്ക് കൊടുക്കത്തക്ക നിലവാരത്തിൽ നൽകുന്ന ദൈവത്തിന് നീ സാക്ഷി പറയുന്ന പോലെ അവസരത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ സത്യമായി നിങ്ങളോട് പറയാം, നമ്മുടെ ഈ ഓരോ ഞായറാഴ്ചത്തെ ആരാധനകളൊക്കെ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. കർത്താവ് നമുക്ക് തരുന്ന അവസരത്തെ ഉപയോഗിക്കണം. ചെറുതായിക്കോട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. ഒരു ദിവസം ഒരാളോട്, ഇന്ന് വരെ കാണാത്ത ഒരാളോട് നിങ്ങൾ ദൈവത്തെ പറ്റി പറയണം. ഒരു ദിവസം ഒറ്റ ഒരാളോട് പറഞ്ഞേച്ചാൽ മതി. 1 വർഷം എത്ര ആവുമെന്ന് നമുക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ദൈവം എന്നോട് പറഞ്ഞ് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഒന്നും അറിയണമെന്നൊന്നുമില്ല. യേശുവെന്ന് പറയാൻ അറിയാമോ? വലിയ വചനത്തിൻ്റെ വെളിപ്പാടുകളൊന്നും വേണമെന്നില്ല. നീ വലിയ പ്രാസംഗികനാകണമെന്നില്ല. നിനക്ക് വലിയ ഡിഗ്രി വേണമെന്നില്ല. ഒരാളോട് നിനക്ക് ഒരു ദിവസം നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെ
പറ്റി ഒന്ന് പറയാൻ കഴിയാമോ? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം നിന്റെ തലമുറയുടെ നിലവാരം മാറും. ഇത് വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുക. നീ ചിന്തിക്കുന്നതിനേക്കാൾ, നീ വെച്ചിരിക്കുന്ന പോയിന്റിനേക്കാൾ അപ്പുറം അടുത്ത നിലവാരം നിങ്ങൾ കാണാൻ പോവുകയാണ്. അവസരത്തെ ഉപയോഗിക്കുക. നമ്മൾ ആ വായിച്ച 16 ദിവസനെ എന്തൊന്ന് വായിക്കാമോ? ഇത് ദുഷ്കാലമാകയാൽ. മതി. ഇത് ദുഷ്കാലമാകയാൽ. ഇത് എന്ത് കാലമാണ്? ദുഷ്കാലമാണ്. പ്രത്യേകിച്ച് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ വെറുതെ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ തുറന്നേച്ചാൽ മതി. ദുഷ്കാലമാണ്. കേൾക്കുന്നത് മൊത്തം അങ്ങനത്തെ ഇടപാടുകളാണ്. ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു, ഭർത്താവില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിട്ടു, അവർ മിസ്സാണ്. ഇന്ന് പലരും മിസ്സാണ് അച്ഛാ. ലോകത്തിലുള്ള പലരും മിസ്സാണ്. മിസ്സായവരെ ചെന്ന് കണ്ടെത്തുന്നത് ഒരു മുഴം കയറിലായിരിക്കും. മിസ്സായ കുഞ്ഞുങ്ങളെ ചെന്ന് കണ്ടെത്തുന്നത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിലാണ്. ദുഷ്കാലമാണോ? നിങ്ങൾ പറ. മിസ്സായവരെ ചെന്ന് കണ്ടെത്തുന്നത് കഷ്ണമായി നുറുക്കിയ അവസ്ഥയിലാണ്. നിങ്ങൾ പറ, ഇത് ദുഷ്കാലമാണോ? ഇതിനേക്കാൾ വലിയ ദുഷ്കാലം വേണോ? ലോകത്തിലുള്ള സകലരും മിസ്സാവുന്ന ടൈമാണിത്. കുഞ്ഞിനെ പഠിപ്പിക്കാൻ വിട്ടു, തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല, പോയി, മിസ്സാവുകയാണ്. ലോകം മുഴുവനും മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കി ചെല്ലുന്നത് എല്ലാം ദുഃഖ വാർത്തയിലാണ്. തിരക്കി ചെല്ലുന്നതെല്ലാം വളരെ വിഷമിപ്പിക്കുന്ന വാർത്തയിലോട്ടാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഈ ദുഷ്കാലത്ത് ലോകത്തിലുള്ളവർ മിസ്സാകുമ്പോൾ, അതൊരു ദുഃഖത്തിന്റെ വാർത്തയിലോട്ട് പോകുമ്പോൾ, എന്നാൽ ദൈവകൃപയുള്ളവൻ, ദൈവത്തിന്റെ കൂടുള്ളവൻ മിസ്സായി കഴിഞ്ഞാൽ അതൊരു ദുഃഖത്തിന്റെ വാർത്തയിലോട്ടല്ല പോകുന്നത്. അവന് ബ്ലെസ്സിങ്ങുകളെയാണ് കൊണ്ടുവരുന്നത്. അവൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള, അവന്റെ ബന്ധുക്കാർ, സ്വന്തക്കാർ, പരിചയമില്ലാത്തവർ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള നിലവാരത്തിലായിരിക്കും അവൻ ഇറങ്ങുന്നത്. ദിവസം ലൂക്കോസ് 2 ഒന്ന് വായിക്കണേ. ലൂക്കോസ് 2 41 മുതൽ 45 വരെ. ലൂക്കോസ് 2 41 മുതൽ 45 വരെ. ഒരു ബാലൻ, ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേരെയൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ വല്ല കഞ്ചാവിനൊക്കെ ഡ്രഗ്സിനൊക്കെ അടിമയായിട്ടാണ് കാണുന്നത്. സ്കൂളുകളിൽ വരെ. പക്ഷെ എങ്കിൽ ഒരു ബാലനെ മിസ്സാവുകയാണ്. വായിക്കണേ ദൈവവചനെ. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാൾ യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞു മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രികരോട് കൂടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തെരഞ്ഞു. കാണാതിരുന്നിട്ട് അവൻ അന്വേഷിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. മതി. 12 വയസ്സുള്ള ബാലനെ കാണാതായി. ആ ടൈമിൽ, ആ കാലത്ത് 12 വയസ്സുള്ള ഒരു ബാലനെ മിസ്സായി. ഇന്ന് പലരും മിസ്സാകുന്നുണ്ട്. പക്ഷെ ദുഃഖ വാർത്തകളാണ് കൊണ്ടുവരുന്നത്. പക്ഷെ 12 വയസ്സുള്ള ദൈവകൃപയുള്ളവൻ, ആത്മാവിൽ നിറഞ്ഞ ആള് മിസ്സായി കഴിഞ്ഞാല് ദിവസം എവിടെ കാണുന്നത്? 46 ഒന്ന് വായിച്ച് സഹായിക്കണമേ. 46 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേശകന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും. വായിച്ചേ, ഒന്നും കൂടെ, അടുത്തേം കൂടെ ഒന്ന് വായിച്ചേ. 3-ാം നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേശകന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അടുത്തേം കൂടെ. അവന്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. മതി. ഇപ്പോഴത്തെ കാലത്ത് ദൈവകൃപ ഇല്ലാത്തവർ, ലോകത്തിന്റെ ചുറ്റിനും നടക്കുന്നവർ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവർ ലോകത്തിന് വേണ്ടി മിസ്സാകുമ്പോൾ അവരെ തിരക്കി കണ്ടെത്തുന്നത് ഒരു മുഴം കയറിലും,
അവരെ ഏതെങ്കിലും മരിച്ച നിലയിലും ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മോശകരമായ സാഹചര്യങ്ങളിൽ കാണുമ്പോൾ, പക്ഷെ വചനം പറയുന്നത് ദൈവകൃപയുള്ളവൻ മിസ്സായപ്പോൾ, അവൻ അമ്മയപ്പന്മാരിൽ നിന്നും മിസ്സായപ്പോൾ അവനെ കണ്ടെടുത്തത് ദൈവമൊരുക്കിയ സ്ഥലത്താണ്, അവനെ കണ്ടെത്തിയത് ദൈവമൊരുക്കിയ പ്ലേസിലാണ്. അവൻ ദേവാലയത്തിലിരുന്ന് ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന് അവൻ ഉപദേശം കേൾക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ആളുകൾ മിസ്സാവുന്ന ഒരു പത്രവാർത്തയിൽ നിങ്ങളുടെ പേരുകൾ വരികയില്ല. നീ അവസരത്തെ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നീയും നിന്റെ തലമുറയും ദേവാലയത്തിൽ മിസ്സാകുന്നത് പോലെ, ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നീയും നിന്റെ തലമുറയും ദൈവസന്നിധിയിൽ മിസ്സാകുന്നത് പോലെ, നിന്നെ തിരക്കിയ കാണുകയില്ല, നിന്നെ കണ്ടെത്തുകയാണെങ്കിൽ ഇതിലായിരിക്കും നിന്റെ ജീവിതം. നിന്നെ കണ്ടെത്തുകയാണെങ്കിൽ ഈ സാന്നിധ്യത്തിന് വേണ്ടിയാണ് നീ മിസ്സായിരിക്കുന്നത്. ഇതേപോലത്തെ നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ മേൽ ഭയങ്കര നിയോഗങ്ങളെ ഇടുകയാണ്. അവസരങ്ങളെ ഉപയോഗിക്കുന്നവർ ഒന്ന് യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ തലമുറയും കർത്താവിന് വേണ്ടി മിസ്സാകുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിക്കാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്താനും അടുത്ത നിലവാരത്തിലോട്ട് പോകാനും വേണ്ടി കർത്താവ് ആരെയും മിസ്സാക്കാൻ പോവുകയാണ്. ഇത് ലോകത്തിന്റെ മിസ് അല്ലച്ചാ, ഇത് അടുത്ത റേഞ്ചിലോട്ട് കയറുന്ന മിസ്സാണ്, അടുത്ത നിലവാരത്തിലോട്ട് കയറാനുള്ള മിസ്സാണ്. ലോകത്തിന്റെ സിസ്റ്റവും ദൈവത്തിന്റെ സിസ്റ്റവും രണ്ടാണ്. ഞാൻ പറയാം, യേശു കർത്താവ് പ്രോപ്പർ പ്ലേസിൽ ചെല്ലാന് മറ്റൊരു കാര്യങ്ങളും ഉണ്ട്. മാതാപിതാക്കളെ അവർ കൊണ്ടുപോയ സ്ഥലവും കറക്റ്റാണ്, അവരുടെ ജീവിത രീതിയും കറക്റ്റാണ്. കുഞ്ഞുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങളെ ഉപദേശിച്ചിട്ട് മാതാപിതാക്കൾ ഏതെങ്കിലും നിലവാരത്തിൽ പോയിട്ടും കാര്യമില്ല. യോസഫെ നീ കറക്റ്റായിരുന്നു, മറിയെ നീ കറക്റ്റായിരുന്നു, അതുകൊണ്ട് നിന്റെ മകനെ ചെന്ന് കണ്ടെത്തിയത് ആ ദേവാലയത്തിൽ തന്നെ. ഇന്ന് ഇവിടെ നിൽക്കുന്ന ആരോടൊക്കെ പറയുന്നു, നിങ്ങളുടെ ജീവിത നിലവാരം ഒന്ന് കറക്റ്റ് ചെയ്യുന്നേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത് കർത്താവിന്റെ സന്നിധിയിൽ നിന്നോ അസാധാരണമായ വെളിപ്പാടുകളുമായി, കൃപാവരങ്ങളുമായി, ദൈവവചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങളുമായി വിശ്വസിക്കുന്നവർ ഇതിനെ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിക്കുകയാണെങ്കിൽ പലരും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി മിസ്സാവുന്ന ടൈമാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് ഭയങ്കര അത്ഭുതമാണ്. കർത്താവ് നമ്മളെ നിർത്തിയത് അത്ഭുതമായിട്ടാണെങ്കിൽ നാളെ ഒരു അത്ഭുതത്തെ സൃഷ്ടിക്കാനാണ്. നമ്മൾ അതിനു വേണ്ടി അവസരത്തെ ഉപയോഗിക്കണം. അവസരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി മിസ്സാകുന്നവരായിരിക്കണം. ഞാൻ പറയും, നിങ്ങൾ വാട്സപ്പിൽ നിന്ന് മിസ്സാവണം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മിസ്സാകണം, നിങ്ങൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് മിസ്സാകണം. നിങ്ങളുടെ കാതുകൾക്ക് വിശപ്പുണ്ട്, അതിന് ആഹാരം തരുന്ന ലോകത്തിലുള്ള അനേകരുണ്ട്, അവരിൽ നിന്നൊക്കെ നിങ്ങൾ മിസ്സാകണം. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നിട്ട് ചേരണം. ഞാൻ പറയാം, അസാധാരണമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതേപോലെ അങ്ങനെ ഒരു മിസ്സാകണമെന്ന് വെളിപ്പാട് കിട്ടിയ ഒരു വ്യക്തി, ഇതേപോലെ ദൈവത്തിൽ നിന്നും എൻകൗണ്ടർ പ്രാപിച്ച ഒരു വ്യക്തി, ദൈവത്തിനറിയാം ഇനി ഉപയോഗിക്കപ്പെടണമെങ്കിൽ, ഇനി അടുത്തൊരു നിലവാരത്തിൽ പോകണമെങ്കിൽ എന്നും ഒരു സൺഡേ മീറ്റിംഗ് കൊണ്ട് മാത്രം നടക്കത്തില്ല. അദ്ദേഹം കർത്താവിന് വേണ്ടി അസാധാരണമായി പ്രയോജനപ്പെട്ടു. അദ്ദേഹം അതിൻ്റെ ഒരു കീ കൊടുക്കുന്ന ഒരു വാക്യമുണ്ട്. ദൈവദാസൻ, എനിക്ക് ഗലാത്യർ 1:16-18 ഒന്ന് വായിച്ച് സഹായിക്കണേ. ഗലാത്യർ 1:16-18. ഗലാത്യർ 1:16-18.
തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ 17 എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരോട് അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. മതി. സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ സുവിശേഷം ജാതികളുടെ ഇടയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി, സുവിശേഷം ജാതികളുടെ ഇടയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, അവരോട് പറയുവാൻ വേണ്ടി കർത്താവ് പ്രസാദിച്ചപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്? അവൻ ഉപയോഗിക്കപ്പെട്ടവൻ, അവൻ സാക്ഷ്യം പറയുവാൻ അവനെ എവിടാണ് പോയത്? ദൈവസനെ അറേബ്യൻ നാട്ടിലോട്ടാണ് പോയത്. അറേബ്യൻ നാട്ടിലോട്ട് 1 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷത്തോളം മിസ്സായിരുന്നു. 3 വർഷത്തോളം മിസ്സായിരുന്നു. ഒരസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, അസാധാരണമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ചില ഒരുക്കങ്ങൾക്കായിട്ട്, ചില വെളിപ്പാടുകൾക്കായിട്ട്, മനുഷ്യരിൽ നിന്നും പ്രാപിക്കാനല്ല, ബുദ്ധിയിൽ നിന്നും പറയുവാനല്ല, വീണ്ടും ഒരു അധികാര പത്രം ദമസ്കോസിലോട്ട് കൊണ്ടുവരാനല്ല, ഉള്ള പത്രത്തെ കീറി പുതിയൊരു പത്രം പരിശുദ്ധാത്മാവ് തന്നത് എഴുതാൻ വേണ്ടി, പുതിയൊരു കാര്യം, ഇതുവരെ പരിചയമില്ലാത്ത, ഇതുവരെ ഞാന് ദമസ്കോസിൽ കൊണ്ടുവന്ന പത്രത്തെ എനിക്ക് പരിചയമുള്ളൂ, പക്ഷെ ഇന്ന് വരെ എഴുതാത്ത പുതിയൊരു പത്രം, ഇന്ന് വരെ അനുഭവിക്കാത്ത പുതിയൊരു അനുഭവം മിസ്സാവുന്നവരുടെ മേൽ കർത്താവ് ഭയങ്കരമായി ഇടാൻ പോവുകയാണ്. ഇത് വിശ്വസിക്കുന്നവർ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ച് ഇപ്പോൾ തന്നെ ഇതിനെ ഒന്ന് ഏറ്റെടുക്കുക. ഒരു വിശപ്പുള്ളവന്റെ ആഹാരം ലഭിക്കുന്നത് പോലെ നിങ്ങൾ ഈ ദൈവ ശബ്ദത്തെ ഏറ്റെടുക്കുക. കർത്താവേ, ഇന്ന് വരെ ഞാൻ അവസരത്തെ മിസ്സാക്കിയവനാണ്. നിങ്ങൾ തുറന്ന ഹൃദയത്തോടെ ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, പുതിയ അവസരങ്ങൾ തുറക്കുന്നു. പുതിയത് കാണാനായി, പുതിയത് അനുഭവിക്കാനായി, പുതിയത് കൊടുക്കാനായി, അനേകർക്ക് സപ്ലൈ ചെയ്യുന്ന നിലവാരത്തിൽ സ്പിരിച്വലി, ഫിസിക്കലി ചിലരെ ശക്തമായി എഴുന്നേൽപ്പിക്കുകയാണ്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നീ തന്ന ദൈവശബ്ദത്തെ ഞാൻ ഇവർക്ക് വേണ്ടി കൈമാറിയല്ലോ. കർത്താവേ, ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഇവിടെ മാനുഷികമായിട്ടൊന്നും ഇവിടെ ഞങ്ങൾ കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് തന്നതും ദൈവത്തിൻ്റെ ശബ്ദവും മാത്രമാണ്. കർത്താവേ, ഇവർ പലപ്പോഴും, ഞാൻ ഉൾപ്പെടെ പലപ്പോഴും